എയർ ഇന്ത്യയുടെയും ഔദ്യോഗികമായ ചില സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഞെട്ടിക്കുന്ന കണക്കുകൾ, ഞെട്ടിക്കുന്ന സാഹചര്യം തന്നെയാണ്. രാജ്യം അങ്ങേയറ്റം നടുങ്ങി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ അപകടത്തിന് ഇടവെച്ചത് എന്ന സാഹചര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ അമിത്ഷാ അവിടേക്ക് യാത്ര തിരിക്കും. 5 മണിയോടുകൂടി അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു, ഞെട്ടൽ രേഖപ്പെടുത്തുന്നു. എയർ ഇന്ത്യയുടെയും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. 242 പാസഞ്ചേഴ്സ്, ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ 242 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എന്ന കാര്യം അദ്ദേഹം എയർ ഇന്ത്യയും വ്യക്തമാക്കുന്നുണ്ട്. 169 ഇന്ത്യൻ പൗരന്മാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും 1 കനേഡിയൻ നാഷണൽ ആൻഡ് 7 പോർച്ചുഗീസ് നാഷണൽസ്. ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. 169 ഇന്ത്യൻ പൗരന്മാരും 53 ബ്രിട്ടീഷ് പൗരന്മാരും, ഒരാൾ കനേഡിയൻ സ്വദേശിയാണ്, കനേഡിയൻ പൗരനാണ്. 7 പോർച്ചുഗീസ് പൗരന്മാരും ഉൾപ്പെടുന്നതായിരുന്നു ഈ വിമാനത്തിലെ യാത്രാ സംഘം. അതാണിപ്പോൾ ഇത്ര വലിയ അപകടത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, നമുക്ക് പറന്നുയർന്ന ഉടൻ തന്നെ ഒരു അപകടം, അതുതന്നെയാണ് സ്വാഭാവികമായും ഇതിൽ പ്രത്യേകത, എന്തെങ്കിലും അസ്വാഭാവികതകൾ കൂടുതൽ ഉണ്ടാവുന്നത്. അന്താരാഷ്ട്ര വിമാന സർവീസുകളിലും മറ്റും നമുക്കറിയാം പല തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്ക്, സുരക്ഷാ പരിശോധന പൂർത്തിയാക്കുന്നതാണ്. വിമാനത്തിൽ ലാൻഡിങ് ടേക്ക് ഓഫ് സമയത്ത് തന്നെ എന്തെങ്കിലും സംശയം തോന്നിയാൽ അതൊക്കെ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അത്തരം സൂചനകളില്ലാതെ പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന ചോദ്യം ഒരുപക്ഷെ വലിയ അന്വേഷണത്തിന് ഇടവച്ചേക്കാം, അല്ലേ? അതെ സജിത്ത്, ഒപ്പം തന്നെ വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ വിവരങ്ങൾ സംബന്ധിച്ച ഒരു പ്രതികരണം ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് എയർ ഇന്ത്യ പുറത്തിറങ്ങിയിരിക്കുന്ന 2ാമത്തെ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. എയർ ഇന്ത്യ സൂചിപ്പിക്കുന്ന കാര്യം, ഒന്ന്, ഈ അപകടം, വിമാനം പറന്നു വരുന്ന സമയം 1 മണി 38 മിനിറ്റ്, അതായത് 1:38 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനം പറന്നു വരുന്നത്. 242 യാത്രക്കാരും ഒപ്പം തന്നെ ക്രൂ മെമ്പേഴ്സും അടക്കം 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ബോയിങ് 787 8 എയർക്രാഫ്റ്റ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരാണ്, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാരാണ്, ഒരാൾ കനേഡിയൻ പൗരനാണ്, ഒപ്പം തന്നെ 7 പോർച്ചുഗീസുകാരും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നു, പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും എയർ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സജിത് സൂചിപ്പിച്ച പോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം അപകടം നടന്നു എന്നൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ അറിയേണ്ട കാര്യമാണ്. സ്വാഭാവികമായും ഇതിനു മുമ്പ് തന്നെ, യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള സാങ്കേതിക പരിശോധന ഒക്കെ തന്നെ സ്വാഭാവികമായും നടക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ലണ്ടനിലേക്കുള്ള അല്ലെങ്കിൽ ദൈർഘ്യമേറിയ യാത്ര പോകുന്ന ഒരു വിമാനമാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പരിശോധനകൾ തന്നെ നടക്കാറുള്ളതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AIIB ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം സ്വാഭാവികമായും DGCAയുടെ ഭാഗത്തുനിന്നും ഒരു അന്വേഷണം ഉണ്ടായേക്കാം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഗുജറാത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണങ്ങൾ, ഇതെന്താണ് സംഭവിച്ചത്, വിമാനത്താവള അധികൃതരൊക്കെ തന്നെ ഭാഗത്തുനിന്ന് നടക്കാനും സാധ്യതയുണ്ട്. എയർ ഇന്ത്യയും സ്വാഭാവികമായും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. ഏതായാലും ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ സർക്കാരോ അല്ലെങ്കിൽ അധികൃതരോ കടന്നിട്ടില്ല. കാരണം രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ പരമാവധി പേരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. ഏതായാലും അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ 40 മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 13 പേർ ഇതിൽ കുട്ടികളാണ്, വിമാനത്തിൽ ഉണ്ടായിരുന്ന 13 പേർ കുട്ടികളാണ് എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും പരമാവധി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേരെ പുറത്തെടുക്കാനും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം 40 മൃതദേഹങ്ങൾ അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിൽ ഉണ്ട് എന്നാണ്. അത്തരം സ്ഥിരീകരണം മാത്രമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രാഥമിക വിവരം അനുസരിച്ച് വിമാനത്തിന് സംഭവിച്ചിരിക്കുന്നത് അത്
എഞ്ചിൻ തകരാറാണ്, അത്തരം സാങ്കേതിക തകരാറാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് പറന്ന് ഉടനെ തന്നെ ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. കാരണം ഇപ്പോൾ അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് പുറത്തു വരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വിമാനം തട്ടിയതുപോലുള്ള അല്ലെങ്കിൽ അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിമാനത്താവളത്തോട് വളരെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ തന്നെ, കാരണം വിമാനത്താവളത്തിൻ്റെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് വരും, സ്വാഭാവികമായും അതിനോട് ചേർന്ന് കിടക്കുന്ന ഇത്തരത്തിലുള്ള ഫ്ലാറ്റുകൾ ഒക്കെ തന്നെയുള്ള പ്രദേശത്താണ് ഇത്തരം ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ ആ പ്രദേശത്ത്, അതായത് ഈ പുകയടക്കം തീ പടർന്ന പ്രദേശത്ത് തന്നെയാണ് കസ്റ്റംസിൻ്റെ അടക്കം ഓഫീസുകളുള്ളത്. ആ മേഖലയിലാണ് ഈ അപകടം നടന്നിട്ടുള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സജിത്ത്. യെസ്, അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതുകൂടിയാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഒപ്പം മറ്റു ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു സമീപത്തെ ഒരു കോളേജിൻ്റെ മെസ്സിന് മുകളിലേക്കാണ് ഈ വിമാനം തകർന്നു വീണത് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ നാശനഷ്ടത്തിന് ഇടവയ്ക്കുകയും നിരവധി പേരുടെ മരണത്തിനും ഇടവെച്ചു എന്നതൊക്കെ ചില അനൗദ്യോഗിക റിപ്പോർട്ടുകളായി കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സാഹചര്യമാണ്. രാകേഷ്, ഒരു കാര്യം കൂടി, വിജയ് രൂപാണിക്ക് അതീവ ഗുരുതരമായ പരിക്കുണ്ട് എന്ന കാര്യം പുറത്തു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് ഏറെ ആശങ്കകളുണ്ട്. ഒരു കാര്യം, അദ്ദേഹം അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീവ ഗുരുതരം എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതെ, അത്തരമൊരു സ്ഥിരീകരണം വരുന്നുണ്ട്. ഗുജറാത്ത് മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഒപ്പം വിജയ് രൂപാണിയുടെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ കൂടി വരുന്നു. സ്വാഭാവികമായും അദ്ദേഹം വിമാനത്തിലുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. കാരണം വിജയ് രൂപാണി 2016 മുതൽ 2021 വരെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന പ്രതികരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും UK സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഈ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഒപ്പം തന്നെ ആവശ്യമായ സഹായം UK സർക്കാരിൻ്റെ ഭാഗത്ത് പരിക്കേറ്റവരുടെ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പൗരന്മാരുടെ അടക്കം പൗരന്മാർക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും കോൺസുലർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ്റെ ഒക്കെ തന്നെ ഭാഗത്ത് ഉണ്ടാകുമെന്ന പ്രതികരണമാണ് ഇപ്പോൾ UK ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ വിജയ് രൂപാണിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏതായാലും വിജയ് രൂപാണി വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ അത്തരം സംശയങ്ങളുണ്ടായിരുന്നു, അദ്ദേഹം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ബോർഡിംഗ് പാസ് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഓഫീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വിജയ് രൂപാണി ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. സജിത്ത്. യെസ്, വിജയ് രൂപാണി ഇതിലുണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരണം വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. എന്തായാലും ഇത് ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിലാണ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നത്. 50-ലധികം ബ്രിട്ടീഷ് പൗരന്മാരും ഉണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ UK-യും അങ്ങേയറ്റം ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അപകടത്തിൽപ്പെട്ടവർക്ക് ചികിത്സ ഒരുക്കുന്നതിനും മറ്റും എല്ലാ സഹായങ്ങൾക്കും ഒപ്പം ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന കാര്യം കൂടി UK-യും വ്യക്തമാക്കുന്നുണ്ട്. UK ആ തരത്തിലുള്ള ഇടപെടൽ കൂടി ഉണ്ടാകുന്നു എന്നതാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും അനുശോചിക്കുകയാണ്. സാഹചര്യങ്ങൾ അത്ര വലിയ സാഹചര്യങ്ങളിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞു. കാരണം രാജ്യം ഞെട്ടിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കൃത്യമായ അന്വേഷണം വേണമെന്ന തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. അഭിഷേക് ബാനർജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവിക നടപടിയാണ്, അന്വേഷണം നടക്കും. അത്